പ്രൈസ് ഗോഡ്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച്. അപ്പോൾ എസെക്കിയേൽ പ്രവാചകൻ ആത്മാവിൽ കാണുന്ന ഒരു ദർശനമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യഥാർത്ഥത്തിൽ ഒരു താഴ്വരയിൽ ഒരുപാട് അസ്ഥികൾ ഉണങ്ങിക്കിടക്കുന്ന താഴ്വരയുടെ മുൻപിൽ വന്ന് നിന്ന് അത് കാണുകയല്ല ഉണ്ടായത്. ദൈവത്തിൻ്റെ ആത്മാവ് എസെക്കിയേൽ പ്രവാചകന്റെ ആത്മാവിൽ വന്ന് ഒരു ദർശനം എസെക്കിയേൽ പ്രവാചകൻ കണ്ടു. ഹല്ലേലൂയ. ആ ദർശനത്തിൽ കണ്ടത് എസെക്കിയേൽ എഴുതി വെച്ചിരിക്കുക. എന്താണ് കണ്ടത്? ഒരു താഴ്വരയുടെ നടുവിൽ എസെക്കിയേൽ നിൽക്കുകയാണ്. ദർശനത്തിൽ കാണുകയാ, ആ താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ താഴ്വരയിൽ മുഴുവൻ മനുഷ്യന്റെ അസ്ഥികൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അവൻ എന്നെ അവയുടെ ഇടയിലൂടെ ചുറ്റി നടത്തി. അവ താഴ്വരയിൽ വളരെയധികം ഉണ്ടായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയതുമായിരുന്നു. അപ്പോൾ ഈ ദൈവാത്മാവ് എസെക്കിയേലിനെ ഈ താഴ്വരയുടെ നടുവിൽ നിർത്തുക മാത്രമല്ല, ആ അസ്ഥികളുടെ നടുവിലൂടെ ചുറ്റി നടത്തി. എല്ലാം ഒന്ന് വ്യക്തമായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ താഴ്വരയിലൂടെ നടന്ന് നോക്കുമ്പോൾ നിറയെ അസ്ഥികളാണ്. മാത്രമല്ല, ഈ അസ്ഥികൾ ഏറ്റവും ഉണങ്ങി ഇരിക്കുകയാണ്. അസ്ഥികൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിലെ ദശയൊക്കെ പോയി ഉണങ്ങിയ വരണ്ട എല്ല് കഷ്ണങ്ങൾ നിറഞ്ഞിരിക്കുന്ന താഴ്വര. ഇതാണ് എസെക്കിയേൽ കണ്ടത്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ അസ്ഥികൾ എന്താണ് എന്ന് 11-ാം വചനത്തിൽ നമ്മൾ ആലോചിച്ച് അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. 11-ാം വചനത്തിൽ ആ അസ്ഥികൾ എന്താണെന്ന് ദൈവവചനം പറയുന്നുണ്ട്. നമുക്ക് ആ 11-ാം വചനം വായിക്കാം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ദൈവത്തിൻ്റെ മക്കളായ ഇസ്രായേൽ ജനം, ഇസ്രായേൽ ഗ്രഹത്തെയാണ് ഈ അസ്ഥികൾ കാണിക്കുന്നത്. ഇന്ന് ഈ വചനം വായിക്കുമ്പോൾ, നമ്മളെപ്പോഴും വചനം വായിക്കുമ്പോൾ ഇതൊരു ഇൻഫർമേഷന് വേണ്ടി ദൈവം എഴുതി വെച്ചിട്ടുള്ളതല്ല. നടന്ന സംഭവങ്ങളുടെ വിവരണം നമ്മളെ അറിയിക്കുന്നതല്ല. സ്തോത്രം. ഇത് ഇന്ന് നീ വായിക്കുമ്പോൾ ഇന്ന് നിന്നോട് സംസാരിക്കുന്ന ജീവനുള്ള വചനമാണ്. ഇന്ന് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ ശക്തമായ ആത്മാവ് നിറഞ്ഞ വചനമാണ് നീ കേൾക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഒരു വചനത്തിനും എക്സ്പയറി ഡേറ്റ് ഇല്ല. ഇത് എസെക്കിയേൽ. ചിലർ വായിക്കുന്നത് എനിക്ക് സങ്കടം തോന്നും, ഇത് എസെക്കിയേൽ എന്തോ ചെയ്ത കാര്യം അറിയാൻ വേണ്ടി. നോ, ഇന്ന് ഈ സമയം ദൈവം നിന്റെ ജീവിതത്തിനോട് സംസാരിക്കുക. അപ്പോൾ ഇസ്രായേൽ ഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ന് ദൈവ വിശ്വാസത്തിൽ വന്ന വിശ്വാസ സമൂഹത്തെയാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ന് വീണ്ടും ജനിച്ച് ദൈവ രാജ്യത്തിലേക്ക് കടന്ന വിശ്വാസികളായിരിക്കുന്ന എല്ലാവരെയും ചേർത്ത് ഇസ്രായേൽ ഗ്രഹമെന്ന് ദൈവം വിളിക്കുക. ആ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. ആ ഇസ്രായേൽ ഗ്രഹം ഉണങ്ങിയ വരണ്ട അസ്ഥികൾ പോലെ കാണപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അതിൻ്റെ കാരണം അതേ വചനം 11-ാം വചനം പറയുക. ഞാൻ ഒന്നും കൂടെ ആ വചനം വായിക്കാം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹം മുഴുവനും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ നിശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ അവർ പറയുന്നത്. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി. ഒന്ന് പറയാമോ?
ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. അടുത്തത് പറയാമോ? ഞങ്ങൾ പൂർണ്ണമായി നിശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ അസ്ഥികൾ ഉണങ്ങുക എന്ന് പറഞ്ഞാൽ? ഇസ്രായേൽ ജനം, നമ്മൾ ഓരോരുത്തരും, വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ആത്മീയമായ കണ്ണോടെ നോക്കിയാൽ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വളരെ ദുഷ്ടൻ കൊണ്ടുവന്ന് നശിപ്പിച്ച ഒരു അസ്ഥി ഉണങ്ങിയ അവസ്ഥ പോലെ, ജീവനില്ലാത്ത അവസ്ഥ പോലെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ. ഹല്ലേലൂയ. അത് പാപത്തിൻ്റെ സ്വഭാവമാകാം, ശരീരത്തിലുള്ള വേദനകളാകാം, രോഗത്തിൻ്റെ അവസ്ഥകളാകാം, ദുഷിച്ച് നാറുന്ന തരത്തിലുള്ള ചിന്തകളാകാം. ഹല്ലേലൂയ. ദൈവവചനം അനുസരിക്കാതെ ജീവിക്കുന്ന അവസ്ഥകളാകാം. പ്രൈസ് ഗോഡ്. തുടർന്ന് വായിച്ചാൽ അവിടെ കാണാം, അതുകൊണ്ട് നീ അവരോട് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റും. അപ്പോൾ ഒരു ശവക്കുഴിയുടെ അവസ്ഥ, ജീർണിച്ച അവസ്ഥ, ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്ത അവസ്ഥ, പാപ സ്വഭാവങ്ങളുടെ അവസ്ഥ, കുറ്റം പറയുന്ന സ്വഭാവമുള്ള അവസ്ഥ, വ്യഭിചാരമുള്ള സ്വഭാവമുള്ള അവസ്ഥ, ദൈവത്തിന് വെറുപ്പുള്ള വിഗ്രഹങ്ങളുടെ പിറകെ പോകുന്ന അവസ്ഥ. ഹല്ലേലൂയ. ദൈവവചനം അനുസരിക്കാത്ത അവസ്ഥ, അതുകൊണ്ട് ഉണ്ടാകുന്ന പീഡനങ്ങളുടെ അവസ്ഥകൾ, സാമ്പത്തികമായ തകർച്ചയുടെ അവസ്ഥ, കുടുംബ ബന്ധങ്ങളിലുള്ള തകർച്ചയുടെ അവസ്ഥ, എല്ലാം ഒരു ശവക്കുഴി പോലെ ഇരിക്കുക, ജീവനില്ലാതെ ജീർണിച്ച അസ്ഥികൾ പോലെ ആയിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്തോത്രം. അപ്പോൾ പറയുക, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തത്, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. ഞങ്ങൾക്കൊരു പ്രത്യാശയുമില്ല, ഞങ്ങൾക്കൊരു ഹോപ്പില്ല. ഞങ്ങളുടെ ഈ സാഹചര്യങ്ങൾ ശരിയാകുമോ എന്ന പ്രത്യാശ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഒന്ന്, നമ്മളുടെ അവസ്ഥകൾ. സ്തോത്രം. അത് യാഥാർത്ഥ്യമാണ്. ചില രോഗത്തിൻ്റെ അവസ്ഥകൾ യാഥാർത്ഥ്യമാണ്, ചില തകർച്ചയുടെ അവസ്ഥകൾ യാഥാർത്ഥ്യമാണ്. പ്രൈസ് ഗോഡ്. സ്തോത്രം. നമ്മളെല്ലാവരും ഈ സമയം നമ്മളുടെ തന്നെ ജീവിതത്തിലെ അസ്ഥികളുടെ അവസ്ഥകൾ ഒന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നേ. പ്രൈസ് ഗോഡ്. ദുഷ്ടൻ തകർത്ത ചില സാഹചര്യങ്ങൾ, മക്കളെ പ്രതി വേദനയോടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥകൾ. സ്തോത്രം. പ്രൈസ് ഗോഡ്. മാതാപിതാക്കളെ കുറിച്ച് വേദനയോടെ ആയിരിക്കുന്ന മക്കളുടെ അവസ്ഥകൾ, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെക്കുറിച്ച് വേദനയോടെ ആയിരിക്കുന്ന ജീവിതങ്ങൾ, ചണ്ടയും കലഹവും നിറഞ്ഞ അവസ്ഥകൾ, വ്യഭിചാരത്തിൻ്റെ വിത്തുകളുള്ള അവസ്ഥകൾ, എല്ലാം ഒരു ശവക്കുഴിയിൽ എന്ന പോലെ ജീർണിച്ച അവസ്ഥയിലായിരിക്കുക. ഹല്ലേലൂയ. ഇതിൽ നിന്നെല്ലാം കിടന്ന് പുറത്തു വരാം. ചില സാമ്പത്തികമായി തകർന്ന അവസ്ഥകൾ, കടഭാരത്തിൻ്റെ അവസ്ഥകൾ, ഇതിൽ നിന്നെല്ലാം പുറത്തു വരാമെന്ന പ്രത്യാശ കൂടെ നഷ്ടപ്പെട്ടിരിക്കുക. There is no hope. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ പൂർണ്ണമായി ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി ഛേദിക്കപ്പെട്ടിരിക്കുക. ദൈവവുമായുള്ള ആ റിലേഷൻഷിപ്പ്, ആ ബന്ധം എനിക്കിപ്പോൾ സാധ്യമാകുന്നില്ല. എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് വചനം ധ്യാനിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ നിന്ന് ഛേദിക്കപ്പെട്ട അവസ്ഥ. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു. ഒന്ന് പറയാമോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ, എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. 3, ഞങ്ങൾ നിശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. 3 അവസ്ഥകൾ ഇസ്രായേൽ ഗ്രഹം കടന്നു പോകുകയാണ്. അതിനെയാണ് ഈ താഴ്വരകളിലെ അസ്ഥിയായി കർത്താവ് കാണിച്ചു കൊടുത്തത്. അവർ അസ്ഥികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വര പോലെ ഇസ്രായേൽ, ദൈവത്തിൻ്റെ മക്കൾ, അവരുടെ ജീവിതങ്ങളായിത്തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മളുടെ ശരീരത്തിൽ, ജീവിതത്തിൻ്റെ മേഖലകളിലുള്ളതെല്ലാം അസ്ഥിയോട് ഉപമിക്കാം. നമ്മളുടെ ഹൃദയത്തിൽ പ്രത്യാശ, വിശ്വാസത്തോട് ഉള്ളതെല്ലാം ആ
പ്രത്യാശയോട് ഉപമിക്കാം. അതുപോലെ ദൈവവുമായുള്ള ബന്ധം, ആത്മനിറവിനെ, ആ ഛേദിക്കപ്പെടുന്ന അവസ്ഥയിൽ അതില്ലാത്തത്, അതിനോട് ഉപമിക്കാം. ഈ 3 കാര്യങ്ങളിലും ഇസ്രായേൽ ജനം ഉണങ്ങി വരണ്ട അവസ്ഥയിലായിരിക്കുക. സ്തോത്രം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി ഞാൻ പറയുന്ന വചനങ്ങൾ ഈ അവസ്ഥകൾ കണ്ടവരാണ് ഏറ്റെടുത്ത് പറയേണ്ടത്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഈ 3 മേഖലയിൽ ഏതെങ്കിലും മേഖലകളിൽ ഒരു വരൾച്ച എനിക്കുണ്ട്, ഒരു ഉണങ്ങിയ അവസ്ഥ എനിക്കുണ്ട് എന്ന് പറയുന്നവർ മാത്രം ഒന്ന് കരമുയർത്തി. ഓക്കെ, ഒരു പകുതി പേര് കരമുയർത്തി. മറ്റേ പകുതി പേർക്ക് എന്താ സംഭവം എന്ന് തന്നെ മനസ്സിലായിട്ടില്ല. അത്രയേ വ്യത്യാസമുള്ളൂ. അല്ലാതെ ഉയർത്താതിരുന്നവർക്ക് ഈ അവസ്ഥകൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് എന്താണ് ഇവിടെ പറയുന്നതെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അതൊന്നും എൻ്റെ വിഷയമായിട്ട് അവർ ഇതുവരെ എടുത്തിട്ടില്ല. കർത്താവിൽ നിന്ന് എന്തെങ്കിലും നീ പ്രാപിക്കണമെങ്കിൽ അത് നിന്റെ ദാഹത്തിൽ നിന്ന്, നിന്റെ വിഷയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ ഇനി ഉള്ള വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മളുടെ അവസ്ഥകളുടെ മേൽ ഇന്ന് കർത്താവ് പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടെ വേണം ഇനിയുള്ള വചനങ്ങൾ കേൾക്കുവാൻ. ഈ ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥകളിലെല്ലാം ഇന്ന് യേശു കർത്താവിൽ നിന്ന് ജീവൻ വ്യാപരിക്കും. എത്ര ശവക്കുഴിയുടെ അവസ്ഥയാണെങ്കിലും അവിടെ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുവാൻ യേശു കർത്താവിന് കഴിയും. അവിടെ വചനം പറയും, അപ്പോൾ നിങ്ങൾ അറിയും ഞാൻ യഹോവയായ ദൈവമാകുന്നുവെന്ന്. നീ ഒരിക്കലും ശരിയാകില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ, ഒരിക്കലും ശരിയാവില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ, ജീർണിച്ച് ഉണങ്ങി വരേണ്ട അസ്ഥി പോലെയുള്ള അവസ്ഥകൾ, ഹല്ലേലൂയ, അവിടെ എല്ലാം യേശു കർത്താവിൽ നിന്ന് ജീവൻ വ്യാപരിക്കാൻ പോവുക. അവിടെ എല്ലാം ജീവൻ വ്യാപരിക്കാൻ പോവുക. യേശു കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അതേ ജീവൻ ഇന്ന് വ്യാപരിക്കും. നീ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. 3-ാം വചനം. ഈ താഴ്വരയുടെ കാഴ്ച കണ്ട എസെക്കിയേലിനോട് അവൻ എന്നോട് പറഞ്ഞത്, ദൈവം പറയുക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളുടെ തന്നെ ജീവിതത്തിന്റെ ചില അവസ്ഥകളൊന്ന് കണ്ടേ. ഒന്ന് ഞാൻ പറയട്ടെ, ആദ്യം നമ്മളുടെ അവസ്ഥ തിരിച്ചറിഞ്ഞാലേ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് ഒരു വിഷയവുമില്ല എന്ന് ചിന്തിക്കുന്ന ആരെയും കർത്താവ് സ്പർശിച്ചിട്ടില്ല. യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയം നോക്കിയാൽ അറിയാം, കർത്താവേ എന്നോട് കനിയണമേ എന്ന് പറഞ്ഞ് കർത്താവിനെ തേടി ചെന്നവരാണ് സൗഖ്യം പ്രാപിച്ചത്. എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പുതച്ചുമൂടി കിടന്ന ആരും കർത്താവിൽ നിന്നൊന്നും പ്രാപിച്ചില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മളുടെ ജീവിതത്തിലെ ചില വരണ്ട അവസ്ഥകൾ, ജീവനില്ലാത്ത അവസ്ഥകൾ. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുക, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ നമ്മളോടും ചോദിക്കുകയെന്ന്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? നമ്മളുടെ ജീവിതത്തിലെ ഈ ഉണങ്ങി വരണ്ട അവസ്ഥകൾ നമ്മൾ കണ്ടെങ്കിൽ കർത്താവ് നിന്നോട് ചോദിക്കുക, ഈ ഉണങ്ങി വരണ്ട അവസ്ഥകൾക്ക് ജീവൻ വെക്കുമോ? ഹല്ലേലൂയ. കടഭാരത്തിൽ തകർന്നിരിക്കുന്ന അവസ്ഥകൾ മാറി അവിടെ എല്ലാം സമൃദ്ധി വരുമോ? രോഗത്തിന്റെ അവസ്ഥകൾ മാറി അവിടെ എല്ലാം സൗഖ്യം വരുമോ? കുടുംബം തകർന്ന അവസ്ഥകൾ മാറി അവിടെ എല്ലാം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ? ഈ ഉണങ്ങി വരേണ്ട അസ്ഥികൾ ജീവിക്കുമോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുക. അതിന്റെ ഉത്തരം എന്താ? ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഉത്തരം എന്താ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആ ചോദ്യത്തിന് ഇവിടെ പറഞ്ഞ ഉത്തരം ജീവിക്കുമെന്നല്ല. ഇത്രയും വിശ്വാസം ആ പറയുന്ന ആൾക്ക്, എസെക്കിയേൽ പ്രവാചകന് ഉണ്ടായിരുന്നില്ല.
ജീവിക്കുമെന്നല്ല പറഞ്ഞേ. എന്താ പറഞ്ഞേ? യഹോവയായ ദൈവമേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിനക്ക് എല്ലാം അറിയാം. എനിക്കിത് ജീവിക്കുമെന്ന് പറയാനുള്ള ഉറപ്പ് എനിക്കായിട്ടില്ല. നിനക്കറിയാലോ, ജീവിക്കുമെന്ന് നീ പറഞ്ഞാൽ ജീവിക്കും, ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞാൽ ജീവിക്കില്ല. നീ എല്ലാം അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. നോക്ക്, നമ്മളുടെ ജീവിതത്തിൻ്റെ ഇതേ അവസ്ഥകളിൽ കർത്താവ് നമ്മളോട് ചോദിക്കുക, ഈ ജീർണിച്ച തകർന്ന അവസ്ഥകൾ ജീവിക്കുമോ? ദുഷ്ടൻ അപഹരിച്ചു കൊണ്ടുപോയ തകർത്ത അവസ്ഥകളിലുള്ള ആ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വീണ്ടും ജീവൻ കടന്നു വരുമോ? സ്തോത്രം. അവിടെ യഹോവയായ ദൈവമേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വചനം, അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത്. അപ്പോൾ യഹോവയ്ക്കെല്ലാം അറിയാം. ദൈവം എന്തെങ്കിലും ചെയ്തുകൊള്ളും എന്ന് വിചാരിച്ചിരിക്കാനല്ല ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഉണങ്ങിയ വരണ്ട അവസ്ഥകൾ മാറണമെങ്കിൽ ഹല്ലേലൂയ എന്ത് ചെയ്യണം? ഇവിടെ പറയുക, നീ ആ ഉണങ്ങി വരണ്ട അസ്ഥികളോട് പ്രവചിച്ച് പറയണം. നിന്റെ ജീവിതത്തിലെ ഉണങ്ങി വരണ്ട അസ്ഥികൾ പോലെയുള്ള ആ സാഹചര്യത്തോട് നീ പ്രവചിച്ച് പറയണം. ഹല്ലേലൂയ. ദൈവം എപ്പോഴെങ്കിലും ചെയ്തോളും, ദൈവത്തിന് എല്ലാം അറിയുമല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല. നീ ആ അവസ്ഥകളെ നോക്കി പ്രവചിക്കണം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 14:5 പറയുക, നിങ്ങൾ സകലരും എല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എല്ലാവരും ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, നിങ്ങളെല്ലാവരും പ്രവചിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കരം കൊടുത്ത് പറ, ദൈവമക്കളെല്ലാവരും പ്രവചിക്കണം. എല്ലാവരും പ്രവചിക്കണം. ഹല്ലേലൂയ. മാർക്കൊട്ടുമില്ല, മക്കൾക്ക് മാർക്കൊട്ടുമില്ല. അയ്യോ കർത്താവേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല. എന്ത് ചെയ്യണം? യേശു കർത്താവിൻ്റെ നാമത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് നീ പ്രവചിക്കണം. ഹല്ലേലൂയ. കുടുംബം തകർന്ന അവസ്ഥയിലായിരിക്കുക, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഭവനം പണിയപ്പെടുമെന്ന് നീ പ്രവചിക്കണം. ഉണങ്ങി വരണ്ട അസ്ഥികളോട് പ്രവചിച്ച് പറയേണ്ടത്. ഹല്ലേലൂയ. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള അവസ്ഥകളെല്ലാം വളരെ ശോചനീയമാണ്. അപ്പോൾ എന്ത് പറയണം? നെഞ്ചത്തടിച്ച്, അയ്യോ നിനക്ക് ഇങ്ങനെയാണോ പറ്റിയത്? എന്നിട്ട് പറ്റുമെങ്കിൽ വേറെ സ്ഥലത്ത് ഫോൺ വിളിച്ചിട്ട്, നീ അറിഞ്ഞില്ലേ അവരുടെ വീട്ടില് ഇങ്ങനെയാണ് സാഹചര്യം. ഇതാണോ ചെയ്യേണ്ടത്? ജീർണിച്ച ജീവനില്ലാത്ത അസ്ഥികൾ പോലെയുള്ള ആ സാഹചര്യങ്ങളെ നോക്കി നീ പ്രവചിച്ച് പറയണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയാ നിന്നെ വിളിച്ചിരിക്കുന്നത്. എന്താ പ്രവചിച്ച് പറയേണ്ടത്? വായിക്കാം. അതന്നെ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, യഹോവയായ കർത്താവ്. സ്തോത്രം. മതി. നോക്ക്, ഇവിടെ പറയുക, നീ ആ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. നീ നിന്റെ സാഹചര്യത്തോട് പറയുക, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. ഓ ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. ചിലര് ആദ്യമായിട്ട് ചർച്ചിൽ വരുമ്പോ ഞാൻ വെല്ലവിധേനെ അവരോട് പറയും, പല പ്രതികൂലങ്ങളും ഉണ്ടാകും. അടുത്ത ഞായറാഴ്ച ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അധികം വരാൻ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ബാക്കി ദിവസങ്ങളൊന്നും കുഴപ്പമില്ല, ഞായറാഴ്ച രാവിലെ ആയിരിക്കും പ്രശ്നങ്ങൾ തുടങ്ങുക. എന്തു വന്നാലും നിങ്ങൾ അടുത്ത ഞായറാഴ്ച വരണം. ഹല്ലേലൂയ. സ്തോത്രം. പലരും ചിലപ്പോൾ തടസ്സം പറയും.
എന്തിനാണ് പോയിട്ട് കാര്യമെന്ന് പറയും. പഴയ പാരമ്പര്യ രീതികളൊക്കെ പോരെ എന്ന് ചോദിക്കും. എന്തൊക്കെ സംഭവിച്ചാലും വീണ്ടും നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ടാണ് വിടാറ്. എന്നാൽ പകുതിയിലധികം പേര് പിന്നീട് വരാൻ ആ ഒരു മനസ്സ് കാണിക്കാറില്ല. ചിലർ വരുന്നുണ്ട് കേട്ടോ, എല്ലാവരും വരില്ല എന്നല്ല. അതിൻ്റെ കാരണം ആ സാഹചര്യങ്ങളുടെ മേൽ ദൈവവചനം വന്ന് വീഴണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വരണ്ട അസ്ഥികളോട് കൽപ്പിക്കുക, യഹോവയുടെ വചനം കേൾക്കുവിൻ. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയുള്ളതാണെങ്കിലും അതിന്മേൽ വചനം വന്ന് വീണാൽ ആ സാഹചര്യങ്ങൾ ജീവൻ വെച്ച് തുടങ്ങും. കര അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നന്നായി ശക്തിയോടെ അടിക്കും. യേശു കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. നമ്മളുടെ എല്ലാം ജീവിത സാഹചര്യങ്ങളെ നോക്കി അസ്ഥികളോടാ പറയേണ്ടത്. ആ സാഹചര്യത്തോടൊന്ന് കൽപ്പിക്കാമോ, പ്രവചിച്ച് പറയാമോ? യഹോവയുടെ വചനം കേൾക്കുവിൻ. എല്ലാവരും ഒന്ന് പറഞ്ഞ്, നിങ്ങളൊന്ന് പ്രാർത്ഥനയോടെ ആ സാഹചര്യങ്ങൾ കണ്ടേ. ആദ്യം സാഹചര്യങ്ങളൊന്ന് കണ്ടേ. ജീർണിച്ച അവസ്ഥകൾ, കടഭാരങ്ങളുടെ അവസ്ഥകൾ, യേശുവിന് വേണ്ടി നിൽക്കാൻ കഴിയാത്ത അവസ്ഥകൾ, ട്രാക്ട് കൊടുക്കണമെന്നുണ്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ, മക്കൾ പഠിക്കാത്ത അവസ്ഥകൾ, കുടുംബത്തിൽ കലഹത്തിൻ്റെ അവസ്ഥകൾ, വേദനയുടെ അവസ്ഥകൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ, ഇതെല്ലാം നോക്കി പറയാൻ പോവുക. അസ്ഥികളോട് കൽപ്പിക്കുക, പ്രവചിച്ച് പറയുക, യഹോവയുടെ വചനം കേൾക്കുവിൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അസ്ഥികളോട് പറയുക, യഹോവയുടെ വചനം കേൾക്കുവിൻ. പറഞ്ഞോ, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. സ്തോത്രം. യഹോവയായ ദൈവം ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസമയക്കും. ആ അവസ്ഥകൾ ജീവിക്കേണ്ടതിന് നമ്മൾ പ്രവചിച്ച് പറയുമ്പോൾ യേശു കർത്താവ് ശ്വാസമയക്കുമെന്ന്. ആ അവസ്ഥകളെ നോക്കി നിങ്ങൾ ജീവിക്കുമെന്ന് പറയുമ്പോൾ യേശു കർത്താവ് അതിനുമേൽ ശ്വാസമയക്കുമെന്ന്. നിങ്ങളുടെ വരണ്ട സാഹചര്യങ്ങളെ നോക്കി യേശു കർത്താവിൽ അവ ജീവിക്കുമെന്ന് പറയുമ്പോൾ യേശുവിൽ നിന്ന് ശ്വാസം ഇപ്പോൾ കടന്നു വരിക. ഈ സമയം തന്നെ ഉണങ്ങിയ അസ്ഥികളോട് യേശുവേ അങ്ങയുടെ നാമത്തിൽ കൽപ്പിക്കുക, അവ ജീവൻ പ്രാപിക്കട്ടെ, അവർ ശ്വാസം പ്രാപിക്കട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മൾ പ്രവാചകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അവിടെ നിന്ന് പ്രവചിച്ചപ്പോഴാണ് ശ്വാസം അയച്ചത്. ഹല്ലേലൂയ. എന്നാൽ ചിലർ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ സമയമാകുമ്പോൾ ശ്വാസം അയക്കട്ടെ. നോ, അങ്ങനെയല്ല. നിന്നെ പ്രവാചകനായി നിർത്തിയിരിക്കുക, നിന്നെ രാജകീയ പുരോഹിതനായി തെരഞ്ഞെടുത്തിരിക്കുക, നിന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിർത്തിയിരിക്കുക. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം. നിങ്ങൾ അവസ്ഥകളെ നോക്കി പ്രവചനത്തോടെ പറയണം, യേശു കർത്താവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. എന്റെ മകന്റെ ജീവിതത്തിൽ യേശു കർത്താവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. അല്ലാതെ അതിനെപ്പറ്റി കംപ്ലൈന്റ് പറയുക, ഓളിയിട്ട് സംസാരിക്കുക, കലഹമുണ്ടാക്കുക, ഏത് സാഹചര്യത്തിലും അതല്ല നീ ചെയ്യേണ്ടത്. നീ ആ അവസ്ഥയോട് പ്രവചിക്കണം. നീ അവസ്ഥയോട് യേശുവിന്റെ നാമത്തിൽ അവിടെ ജീവൻ വ്യാപരിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ കർത്താവിന്റെ ശ്വാസം ആ അവസ്ഥകളുടെ മേൽ കടന്നു വരും. ആ ഉണങ്ങി വരണ്ട അസ്ഥികൾ പോലെയാണ് നിന്റെ അവസ്ഥയെങ്കിലും അവിടെ കർത്താവിൽ നിന്ന് ജീവൻ വ്യാപരിച്ചു തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. തുടർന്ന് നമുക്ക് വായിക്കാം. ഞാൻ
നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ചോ മാംസം പിടിപ്പിച്ചോ നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞോ നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ പ്രവചിച്ചപ്പോൾ യഹോവയായ ദൈവം ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം അയക്കും. ഇതാണ് പ്രവചിച്ചത്. അവസ്ഥകളോട് പ്രവചിച്ചു, ഈ അവസ്ഥകൾ ജീവിക്കേണ്ടതിന് എൻ്റെ കർത്താവ് ഈ അവസ്ഥകളുടെ മേൽ ശ്വാസം അയക്കും. എൻ്റെ ജീർണിച്ച അവസ്ഥകൾ ജീവൻ വെക്കേണ്ടതിന് യേശു കർത്താവ് എൻ്റെ അവസ്ഥകളുടെ മേൽ ശ്വാസം അയക്കും. എൻ്റെ കടഭാരങ്ങൾ മാറിപ്പോകേണ്ടതിന് യേശു കർത്താവ് ആ കടഭാരത്തിന് മേൽ അവൻ്റെ ശ്വാസത്തെ അയക്കും. എന്റെ രോഗം സൗഖ്യമാകേണ്ടതിന് യേശു കർത്താവ് അവന്റെ ശ്വാസത്തെ എന്റെ ശരീരത്തിന് മേലയക്കും. എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് യേശു കർത്താവ് അവന്റെ ജീവനെ എന്റെ മക്കളുടെ മേലയക്കും. നീ പ്രവചിച്ചു പറയുമ്പോൾ അവിടെ ഒരു കാര്യം സംഭവിക്കുക. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിയും. ഹല്ലേലൂയ. ആ വരണ്ട അസ്ഥികളുടെ അവസ്ഥയിൽ ഞരമ്പ് വെച്ച് പിടിപ്പിച്ച്, സ്തോത്രം, മാംസം പിടിപ്പിച്ച് തൊക്കുകൊണ്ട് നിറയ്ക്കും. നമ്മൾ ഓരോ തവണ പ്രവചിക്കുമ്പോഴും അവിടെയെല്ലാം ചില ഞരമ്പുകൾ പ്രത്യക്ഷപ്പെടുക, അവിടെയെല്ലാം മാംസം വന്ന് ചേർന്നുകൊണ്ടിരിക്കുക, അവിടെയെല്ലാം ഒരു ത്വക്ക് വന്ന് പൊതിഞ്ഞുകൊണ്ടിരിക്കുക. നീ ഓരോ തവണ നിന്റെ സാഹചര്യത്തെ നോക്കി യേശുവിൻ്റെ ശ്വാസം വ്യാപരിക്കും എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല നീ പറയുന്നത്, ഇപ്പോൾ സംഭവിച്ചിട്ടില്ല, എന്നാൽ നീ വിശ്വാസത്താൽ പ്രവചിക്കുക. യേശുവിൻ്റെ ജീവൻ അവിടെ വ്യാപരിക്കും, യേശുവിൻ്റെ ശ്വാസം അവിടെ കടന്നു വരും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ മാംസം കൊണ്ട് നിറയുന്ന അനുഭവം ഉണ്ടാകും. ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുന്ന അനുഭവം അവിടെ ഉണ്ടാകും. ത്വക്ക് വന്ന് ആ ശരീരത്തെ മൂടുന്ന അനുഭവം അവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം അയക്കും. ഞാൻ യഹോവ ആകുന്നുവെന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് ചേർന്നു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, കൈകൾ അടിക്കാമെങ്കിൽ അടിച്ചോ. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇവിടെ നമ്മൾ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥകളുടെ മേൽ യേശുവിൻ്റെ ശ്വാസം കടന്നു വരുമെന്ന് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ രോഗം യേശു കർത്താവ് സൗഖ്യമാക്കുമെന്ന് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ കടഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറുമെന്ന് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മളെ തകർന്ന കുടുംബങ്ങൾ യേശു കർത്താവ് പണിയുമെന്ന് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ മുഴക്കമുണ്ടായി. ആത്മീയ മണ്ഡലത്തിൽ ഒരു മുഴക്കമുണ്ടാവുകയാ. അതിനുശേഷം അസ്ഥികളോട് ചേർന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് ചേർന്നു. എല്ലാവരും പറഞ്ഞേ, അസ്ഥി അസ്ഥിയോട് ചേർന്നു. പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു. അവയുടെ മേൽ ത്വക്ക് പൊതിയുകയും ചെയ്തു. പ്രൈസ് ഗോഡ്. ഒന്നും കൂടെ എല്ലാവരും ചേർന്ന്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു. അവയുടെ മേൽ ത്വക്ക് പൊതിയുകയും ചെയ്തു. എന്നാൽ അവയിൽ ശ്വാസം ഇല്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ കൽപ്പിച്ചു, പ്രവചിച്ചു പറഞ്ഞപ്പോൾ അസ്ഥി അസ്ഥിയോട് ചേർന്നു, മാംസം വന്ന് നിറഞ്ഞു, ഞരമ്പുകൾ വന്നു, ത്വക്ക് മൂടി. എങ്കിലും ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. ഇസ്രായേൽ ഗ്രഹം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ തകർച്ചയുടെ അവസ്ഥകളിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വന്നു. രോഗങ്ങൾ സൗഖ്യമായി, വേദനകളുടെ അവസ്ഥകൾ മാറി, എന്നാൽ ഒരു ജീവനില്ല.
ശ്വാസമില്ല, ആത്മീയമായി ഒരു സന്തോഷമില്ല. ഞായറാഴ്ച ചർച്ചിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഒരുവിധം നടക്കുന്നുണ്ട്. ഇവിടെ പറയുക, ഞരമ്പുണ്ട്, ത്വക്കുണ്ട്, മാംസമുണ്ട്, എങ്കിൽ ശ്വാസം അവരിലില്ല. സ്തോത്രം. അപ്പോൾ ആ സന്തോഷം നിറയുന്ന അവസ്ഥ, ജീവൻ വ്യാപരിക്കുന്ന അവസ്ഥ, ആത്മീയമായ ഒരു ഉണർവിന്റെ അവസ്ഥ. സ്തോത്രം. അടുത്ത വചനം നമുക്ക് വായിക്കാം. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേലൂതുക. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് വീണ്ടും പറയുക, ആ ശ്വാസം ഞാൻ അയച്ചോളാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല, നമ്മളോട് പറയുക, നീ കാറ്റിനോട് പ്രവചിച്ച് പറയേണ്ടത്, നീ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഊതുക എന്ന് നീ പ്രവചിച്ച് പറയണം. യേശു കർത്താവേ, പരിശുദ്ധാത്മാവായ കാറ്റേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് വന്ന് നിറയണമേ എന്ന് നീ പറയണം. ദൈവിക സമാധാനം എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയുമെന്ന് നീ പ്രവചിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രവചനം. കർത്താവിൽ നീ സന്തോഷിക്കുന്നത്, കർത്താവിലുള്ള സ്വാതന്ത്ര്യം നീ അനുഭവിക്കുന്നത്, യേശു കർത്താവിൽ വിശ്വസിച്ച് ചിലത് പ്രവചിച്ച് പറയുമ്പോഴാണ്. കാറ്റിനോട് നീ പ്രവചിക്കുക, കാറ്റേ, പരിശുദ്ധാത്മാവായ കാറ്റേ, എൻ്റെ മേൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ. എൻ്റെ ഉള്ളത്തിൽ യേശുവേ അങ്ങയുടെ സമാധാനം വന്ന് നിറയും എന്ന് പ്രവചിക്കുക. ചിലർക്ക് ഇപ്പോഴും വിശ്വാസത്തോടെ പ്രവചിക്കുന്നത് മനസ്സിലായിട്ടില്ല. ഞാൻ എങ്ങനെ നിറയുമെന്ന് പറയും? എനിക്കിപ്പോൾ ഒരു സമാധാനവും തോന്നുന്നില്ല. സമാധാനം തോന്നാത്ത സമയത്ത് സമാധാനമില്ല എന്നല്ല നീ പറയേണ്ടത്. നിന്റെ ഹൃദയം വേദനിക്കുന്ന സമയത്ത്, സന്തോഷിക്കാൻ കഴിയാത്ത സമയത്ത് എനിക്ക് സന്തോഷമില്ല എന്നല്ല നീ പറയേണ്ടത്. എൻ്റെ കർത്താവിൽ ഞാൻ സന്തോഷിക്കുമെന്ന് നീ പറയണം. എൻ്റെ കർത്താവിൽ ഞാൻ സന്തോഷിക്കുമെന്ന് നീ പറയണം. എൻ്റെ കർത്താവിന്റെ സമാധാനത്താൽ ഞാൻ നിറയുമെന്ന് നീ പറയണം. നീ കാറ്റിനോട് എൻ്റെ മേൽ വന്ന് ഊതുക എന്ന് നീ പറയണം. ഹല്ലേലൂയ, ജീസസ്, പ്രൈസ് ഗോഡ്. ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുക, എല്ലാവരും ഈ സമയം ഒന്ന് പ്രവചിച്ചു തുടങ്ങിയാട്ടെ. എൻ്റെ ജീവിതം സമാധാനത്തിൽ നിറയും. പറഞ്ഞാട്ടെ. വായ തുറന്ന് പറഞ്ഞാട്ടെ. എൻ്റെ ജീവിതം സമാധാനത്തിൽ നിറയും. എൻ്റെ ജീവിതം യേശുവിൻ്റെ ശ്വാസത്താൽ നിറയും. കർത്താവിൽ ഞാൻ സന്തോഷിക്കും. ദൈവിക സമാധാനത്താൽ എൻ്റെ ഭവനം നിറയും. ദൈവിക സമാധാനത്താൽ എൻ്റെ കുടുംബം നിറയും. സന്തോഷത്താൽ കർത്താവെ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തും. ഞാൻ സന്തോഷത്താൽ അങ്ങേ ആരാധിക്കും. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ലോർഡ്, ഞാൻ അങ്ങേക്ക് വേണ്ടി നിൽക്കുന്നവനാകും. ഞാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നവനാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ശ്വാസം അവനിൽ വന്ന് നിറയുകയാണ്. കർത്താവിന്റെ ജീവൻ അവനിൽ വന്ന് നിറയുകയാണ്. ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ലോർഡ് ജീസസ്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ അവന്റെ ശ്വാസം വന്ന് നിറയും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ജീസസ്. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിലേക്ക് വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. അവർ ഒരു സൈന്യമായി നിവർന്നു നിന്നു. ഇത് കാണിക്കുവാൻ വേണ്ടി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിവർന്നു നിൽക്കാമോ? യെസ്. കരമെല്ലാം ഉയർത്താമെങ്കിൽ കരം ഉയർത്തി. യേശുവിന്റെ ജീവൻ എന്നിൽ കടന്നു വന്നിരിക്കുക. അവന്റെ ശ്വാസം എന്നിൽ നിറഞ്ഞിരിക്കുക. അവർ ഒരു സൈന്യമായി എഴുന്നേറ്റ് നിവർന്നു നിന്നു.